السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സൂറത്തുൻ നിസായിലെ 16-ാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നിസായികും ഫസ്തശ്ഹിദൂ അലൈഹിന്ന അർബഅതൻ മിൻകും ഫഇൻ ഷഹിദൂ فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا. വല്ലാത്തി, ഒരു വിഭാഗം സ്ത്രീകൾ, യഅ്തീന, അവർ കൊണ്ടുവരുന്നു, അവർ ചെയ്യുന്നു, അൽ ഫാഹിഷത, നീചവൃത്തി, മോശപ്രവൃത്തി, മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന്, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും നീചവൃത്തി ചെയ്യുന്നവരാരോ, ഫസ്തശ്ഹിദൂ, നിങ്ങൾ സാക്ഷികളായി കൊണ്ടുവരുവിൻ, അലൈഹിന്ന, അവർക്കെതിരിൽ, അർബഅതൻ മിൻകും, അർബഅതൻ 4 പേരെ, മിൻകും നിങ്ങളിൽ നിന്നുള്ള. അപ്പം അവർക്കെതിരിൽ, സ്ത്രീകൾക്കെതിരിൽ നിങ്ങളിൽ നിന്നുള്ള 4 പേരെ സാക്ഷികളായി കൊണ്ടുവരുവിൻ. ഈ മോശപ്രവൃത്തി, നീചപ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യഭിചാരവൃത്തിയാണ്. അത് നിങ്ങളിലുള്ള ഏതെങ്കിലും സ്ത്രീകൾ അപ്രകാരം ചെയ്താൽ, അവർ അപ്രകാരം ചെയ്തു എന്നുള്ളതിന് നിങ്ങളിൽ നിന്നുള്ള 4 പേർ സാക്ഷി പറയണം, അത് കണ്ടിരിക്കണം. ഫൈൻ ഷഹിദൂ, എന്നിട്ടവർ സാക്ഷ്യം വഹിച്ചാൽ, ഫംസിക്കൂഹുന്ന ഫിൽ ബുയൂത്ത്, ഫംസിക്കൂഹുന്ന, അപ്പോൾ നിങ്ങളവരെ തടഞ്ഞു നിർത്തുവിൻ, പിടിച്ചു നിർത്തുവിൻ, ഫിൽ ബുയൂത്തി, വീടുകളിൽ. എന്നിട്ടവർ സാക്ഷ്യം വഹിച്ചാൽ നിങ്ങൾ അവരെ, ആ സ്ത്രീകളെ വീടുകളിൽ തടഞ്ഞു നിർത്തുവിൻ. ഹത്താ യതവഫാഹുന്ന, ഹത്ത, വരേക്കും, യതവഫാഹുന്ന, അവർ പൂർത്തിയാക്കുന്നത് വരേക്കും, അൽ മൗത്ത്, മരണം എന്ന് പറഞ്ഞാൽ മരണം വരെയും അവരെ തടഞ്ഞു നിർത്തുക ഭവനങ്ങളിൽ. ഔ യജ്അലല്ലാഹു, അല്ലെങ്കിൽ ഔ യജ്അലല്ലാഹു, അല്ലാഹു ഉണ്ടാക്കുന്നത് വരെ, ലഹുന്ന, അവർക്ക്, സബീല, ഒരു മാർഗം. അപ്പോൾ
നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും നീചവൃത്തി ചെയ്യുന്നവരാരോ അവർക്കെതിരിൽ നിങ്ങളിൽ നിന്നുള്ള 4 പേരെ സാക്ഷികളായി കൊണ്ടുവരുവിൻ. എന്നിട്ടവർ സാക്ഷ്യം വഹിച്ചാൽ നിങ്ങൾ അവരെ, ആ സ്ത്രീകളെ, വീടുകളിൽ തടഞ്ഞു നിർത്തുവിൻ. അവരെ മരണം പൂർത്തിയാക്കുന്നത് വരേക്കും, മരണം പിടികൂടുന്നത് വരേക്കും, അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് ഒരു മാർഗം ഉണ്ടാക്കുന്നത് വരേക്കും. ഇതാണ് പ്രസ്തുത വചനത്തിലെ പദാർത്ഥങ്ങൾ. സദ്ദ ഖലീഫത്തുള്ള ഇതിന് നൽകുന്ന വിശദീകരണത്തിൽ ദ വേർഡ് ഫാഹിഷ പറയുന്നുണ്ടല്ലോ. വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത്ത, നീചവൃത്തി, മിൻ നിസായിക്കും, നിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, അൽ ഫാഹിഷത്ത കൊണ്ടുവന്നാൽ, ഫാഹിഷത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഓബ്സിനിറ്റി അഥവാ അശ്ലീലത, വഷളത്തരം, മോശമായ ലൈംഗിക ചേഷ്ടകൾ, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീൽസ് വിത്ത് ദ ഇൻകറക്റ്റ് സെക്സ്വൽ ബിഹേവിയർ. ഈ ഫാഹിഷ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് കൊണ്ട് അർത്ഥമാക്കുന്നത്, വിത്ത് ദ ഇൻകറക്റ്റ് സെക്സ്വൽ ബിഹേവിയർ ഓഫ് ദ വുമൻ ഫോക്ക് ഓഫ് ദ മുസ്ലിംസ്. മുസ്ലിം സ്ത്രീകളിലെ മോശമായ സെക്സ്വൽ ബിഹേവിയർ, ലൈംഗിക പെരുമാറ്റം. വിത്ത് ദ ഇൻകറക്റ്റ് സെക്സ്വൽ ബിഹേവിയർ, മോശമായ ലൈംഗിക പെരുമാറ്റം കൈകാര്യം ചെയ്യുന്ന മുസ്ലിം സ്ത്രീകളെയാണ് ഇവിടുത്തെ ഫാഹിഷ. വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത്ത മിൻ നിസായിക്കും, നിങ്ങളിൽ നിന്നുള്ള അതായത് നിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകളിൽ ഈ ഇത്തരത്തിലുള്ള മോശപ്രവർത്തനം ചെയ്യുന്നതായ ആളുകളെയാണ് ഫാഹിഷാത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശമാക്കിയിരിക്കുന്നത്. ദ വേഴ്സ് അണ്ടർ കമന്റ് ഡീൽസ് വിത്ത് ഓൾ ആക്ട്സ്. ഈ പരാമർശിക്കപ്പെടുന്ന, വിശദീകരിക്കപ്പെടുന്ന, വ്യാഖ്യാനിക്കപ്പെടുന്ന ഈ വചനം all acts which these women can do, ഈ സ്ത്രീകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, that are conducive to adultery, അതായത് ഈ വ്യഭിചാരത്തിലേക്ക് ഉതകുന്ന നിലയിലുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിൽപ്പെടുന്നതാണ്. ഓർ ഫോർണിക്കേഷൻ, അത് മോശപ്രവൃത്തി അഥവാ വ്യഭിചാരവൃത്തിയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിൽ പെടുന്നതാണ്. അപ്പോൾ ദ പ്രസൻസ് ഓഫ് 4 വിറ്റ്നസ്, ഇവിടെ വെച്ചിരിക്കുന്ന പ്രശ്നം, ഇതിന് 4 സാക്ഷികൾ വേണം. ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അങ്ങനൊരു പ്രവർത്തനവുമായിട്ടാണ് എന്ന് 4 പേര് സാക്ഷി പറയണം. 4 സാക്ഷികളെ കൊണ്ടുവരുന്നത് എങ്ങനെ? ദ പ്രസൻസ് ഓഫ് 4 വിറ്റ്നസസ് പുട്ട് ഫോർവേഡ് ബൈ അള്ളാഹ്. അത് ഈ സാക്ഷി പറയുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ നിലയിൽ സത്യവിശ്വാസികളായിരിക്കണം. അവർക്ക് അള്ളാഹുവിൽ അത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട യഥാർത്ഥ കപടന്മാരൊന്നും പോരാ. ആരോടെങ്കിലും വൈരാഗ്യം വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു നടക്കുന്ന അത്തരത്തിലുള്ളവർ സാത്വികരായ, ദ പ്രസൻസ് ഓഫ് 4 വിറ്റ്നസസ്, ഇത്തരം സാത്വികരായ 4 പേർ പുട്ട് ഫോർവേഡ് ബൈ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട്, ആസ് റിക്വയർമെൻറ്റ് ഫോർ പണിഷ്മെൻറ്റ്സ്, അവരെ ശിക്ഷിക്കാൻ അങ്ങനെ 4 സാക്ഷികൾ വേണം. ഈസ് എവിഡൻറ്റ് ഇൻ ദിസ് റിഗാർഡ്. ഇത് ഈ കാര്യത്തിൽ ഒരു തെളിവ് അതാണ്, അവരെ ശിക്ഷിക്കണമെങ്കിൽ. അപ്പോൾ ഇത് എന്തെങ്കിലും ചെറിയ ചില്ലറ ചേഷ്ടകളോ എന്തെങ്കിലും കണ്ടെന്ന് വിചാരിച്ച് എന്തെങ്കിലും പറയാനോ അതിന് പരാതി ആയി മുന്നോട്ട് പോകുവാനോ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതിന് ഗൗരവമുള്ള കാര്യമാണ് എന്ന്
മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കണമെന്നും അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതാണെന്നും അതിന് സാത്വികരായ ആളുകൾ ഈ കാര്യത്തിൽ മേൽനോട്ടം വഹിക്കേണ്ടതാണെന്നും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിക്കിടക്കുകയാണ്. ദ വുമൻ ഫോൾ, കാരണം ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്, ഈ സ്ത്രീ സമൂഹം, വുമൻ ഫോൾക്ക് ക്യാൻ ബി ദ മദേഴ്സ്. ഒന്നുകിൽ അവർ നമ്മുടെ മാതാക്കളുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ വൈഫ്സ്, അല്ലെങ്കിൽ ഭാര്യമാരുടെ സ്ഥാനത്താണ്, ഓർ ഡാറ്റേഴ്സ്, അല്ലെങ്കിൽ പുത്രിമാരുടെ സ്ഥാനത്താണ് ഓഫ് ബിലീവേഴ്സ്. അപ്പം വിശ്വാസികളുടെ പെൺമക്കളോ, അല്ലെങ്കിൽ ഭാര്യമാരോ, അല്ലെങ്കിൽ സഹോദരിമാരോ, അല്ലെങ്കിൽ ഉമ്മമാരോ ആണ്. ആ സ്ഥാനത്താണ് അവർ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇഫ് പ്രൂവ്ഡ് ദേ ഹാവ് കമ്മിറ്റഡ് സച്ച് ആൻ അബേസ്ഡ് ആക്ട്, അപ്പോൾ ഈ മാനക്കേട് വരുത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തെളിയിക്കപ്പെടുകയാണെങ്കിലാണ് ഇതിനുള്ള ശിക്ഷയും കാര്യങ്ങളും. അപ്പോൾ പരമാവധി ഈ സ്ഥാനങ്ങൾ അർഹിക്കുന്ന സമൂഹത്തിലെ ഇത്തരം ആളുകളെ ഒരു രീതിയിലും, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ, ഒരു രീതിയിലും 4 പേർ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഈ മോശപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ട് സാധാരണഗതിയിൽ അത് അങ്ങനങ്ങ് സ്ഥാപിക്കാനോ ഇത് ചെയ്യാനോ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കി മുസ്ലിം സ്ത്രീകൾക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അവർ നമ്മുടെ മാതാക്കളുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരുടെ സ്ഥാനത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പുത്രിമാരുടെ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരുടെ. അവർക്കൊരു രീതിയിലുള്ള മോശമായ അവസ്ഥയും ഉണ്ടാകുവാൻ സത്യവിശ്വാസികളാരും ആഗ്രഹിക്കുകയില്ല. അതിനുള്ള ഭൗതിക സാഹചര്യം ആയിരിക്കണം സൃഷ്ടിക്കപ്പെടേണ്ടത് എന്നുള്ളതും ഇത് ഗൗരവമുള്ള കാര്യമാണ് എന്ന് ഇത്തരം നീച പ്രവർത്തികളിൽ നിന്ന് അത് ആരംഭത്തിലെ തന്നെ അതില്ലായ്മ ചെയ്യുന്നതിനുള്ള ഭൗതിക സാഹചര്യം അവരവരുടെ ഗൃഹാന്തരീക്ഷത്തിൽ അത് സൃഷ്ടിക്കപ്പെടേണ്ടതും അല്ലാഹു തആല അവൻ്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്ന സംരക്ഷണോപാധികൾ അവരുടെ ജീവിതത്തിലുടനീളം നൽകാൻ ബാധ്യസ്ഥരുമാണ് എന്ന് അറിയുക. അതായത് അവരുടെ വീട്ടിലായിരിക്കുമ്പോഴും മറ്റ് പഠന കാര്യങ്ങളിലായിരിക്കുമ്പോഴും അവർ യാത്ര ചെയ്യുമ്പോഴും അവർക്കായി കരുതേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്ന് വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിരുന്നു. ആ മുന്നൊരുക്കങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരിക്കൽ അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് വഴി തെറ്റാതെ കറക്റ്റ് റൂട്ടിലൂടെ പ്രവാചകൻ കാണിച്ചു തന്ന വഴികളിലൂടെ തന്നെ നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പെൺമക്കളെ സംരക്ഷിക്കുവാനുള്ള ആർജവം ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അഥവാ ഉണ്ടായി എന്ന് ഉണ്ടെങ്കിൽ 4 സത്യവിശ്വാസികൾ അവർക്ക് പൂർണ്ണ ബോധ്യത്തോടെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ബോധ്യം വന്ന്, അപ്പോൾ ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ഇതിനൊക്കെയുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമ്മൾ അത്തരത്തിലുള്ള മോശമായ കാര്യം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യം സൃഷ്ടിക്കുവാൻ ഓരോ സത്യവിശ്വാസിയും ശ്രദ്ധിക്കുകയും, അതുപോലെ ഈ കാര്യത്തിൽ ഉമ്മമാരുടെ റോള് വളരെ വലുതാണ്. അതുപോലെ നമ്മുടെ സഹോദരിമാരുടെ അഭിമാനം വളരെ വലുതാണ്. നമ്മുടെ പെൺമക്കളുടെ അഭിമാനം വളരെ വലുതാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഭാര്യമായി വരുന്നവരുടെ അഭിമാനം വളരെ വലുതാണ്. അവയ്ക്കൊന്നും യാതൊരു കോട്ടവും വരാൻ ഇടവരുത്താത്ത നിലയിലുള്ള സാത്വികമായ ജീവിതം നയിക്കുന്നതിന് പര്യാപ്തമായ ഉപദേശ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ നൽകുകയാണ്. അത് ഉൾക്കൊള്ളുന്ന ഉമ്മമാർക്ക്, സഹോദരിമാർക്ക്, ഭാര്യമാർക്ക് അതിമഹത്തായ
പ്രതിഫലം ലഭിക്കുന്നതാണ്. അവർക്ക് സമുന്നതമായ സ്ഥാനം ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും ലഭിക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നമുക്ക് നൽകുന്ന ഈ പാഠങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തുവാനും അത് നമ്മുടെ ഭൗതികവും ആത്മീയവുമായ അന്തസ്സിന് പര്യാപ്തമായ നിലയിൽ ഉയർന്നു വരുന്നതിനും ഈ മാർഗങ്ങൾ, ഈ വഴികൾ സ്വീകരിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.